നമസ്കാരം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതോടുകൂടി ഈ റിപ്പോർട്ടിൽ തങ്ങളുടെ പേരുണ്ടോ എന്നറിയുവാൻ വേണ്ടി സൂപ്പർ താരനിരയടക്കം ഇപ്പോൾ സാംസ്കാരിക മന്ത്രാലയത്തിന് ചുറ്റും കറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ പാട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ റിപ്പോർട്ടിൽ തങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ആരെങ്കിലും അത്തരത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി എല്ലാവരും തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ സമീപിച്ച് ഏതു വിധേനയും തങ്ങളുടെ പേരുകൾ ഇതിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ വേണ്ടി കഠിന ശ്രമങ്ങൾ തന്നെ നടത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരം വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പ്രസക്തമായ പല ഭാഗങ്ങളും പല ഏടുകളും വെട്ടിമാറ്റപ്പെട്ടിരുന്നു എന്നുകൂടി അറിയുമ്പോൾ ഇത്തരം ചില താരനിരകൾ സാംസ്കാരിക മന്ത്രാലയത്തിന് ചുറ്റും കറങ്ങി നടന്നിരുന്നു എന്നുള്ള സംശയത്തിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ഇന്ന വിവരങ്ങൾ പുറത്തുവിടാം, ഒരിക്കലും ഇരകളുടെ വിവരങ്ങളോ വ്യക്തിപരമായ രഹസ്യരേഖകളോ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശത്തെ തുടർന്നുകൊണ്ട് തന്നെയാണ് പല രേഖകളും സർക്കാർ വെട്ടിമാറ്റിയതിനു ശേഷം റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന് പറയുന്നു. പക്ഷെ പുറത്തുവിട്ട റിപ്പോർട്ടിലും സൂപ്പർ താരങ്ങളടക്കം പല ആളുകളുടെയും ലൈംഗിക ചൂഷണത്തിന്റെ കഥകൾ പരാമർശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും സാംസ്കാരിക മന്ത്രാലയത്തിനെ ഇവരിൽ പലരും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ്, വിശ്വാസയോഗ്യമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഡീല് നടന്ന് ഇത്തരം ചില പേരുകൾ ഇതിൽ നിന്നും മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്, അഥവാ അത്തരം പേരുകൾ പരാമർശിച്ച പല പേജുകളും നഷ്ടമായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഏതാണ്ട് 255 പേജുകൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും സമർപ്പിക്കുമ്പോൾ ഇതിന്റെ കോപ്പി തന്റെ കൈവശം ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ നിന്നും എത്ര പേജുകൾ എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ഇപ്പോഴും അറിയില്ല. 255 പേജുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള അറിയിപ്പ് മാത്രമായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒത്തിരി ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സൂപ്പർ താരങ്ങളടക്കം സാംസ്കാരിക മന്ത്രാലയത്തെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സ്വാധീനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതെന്ത് തന്നെയായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുൻപാകെ സീൽ വെച്ച കവറിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇനി സർക്കാർ ഈ റിപ്പോർട്ടിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിലും അവ ഹൈക്കോടതിയുടെ മുമ്പിൽ എഡിറ്റ് ചെയ്യാതെ എത്തണം എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പക്കലെത്തുന്ന പക്ഷം ആരൊക്കെയാണോ ഇതിൽ തെറ്റുകാരായിട്ടുള്ളത് അവർക്കെതിരെ കൃത്യമായ നടപടികൾ വരും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ജസ്റ്റിസ് ഹേമയുടെ കൈവശം പോലും ഈ റിപ്പോർട്ടിന്റെ കോപ്പി ഇല്ല എന്ന് പറയുമ്പോൾ സർക്കാർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് മാത്രമായിരിക്കും ഹൈക്കോടതിയുടെ മുമ്പിൽ എത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഏതെല്ലാം പേജുകൾ എങ്ങനെയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നറിയുക വിഷമം തന്നെയാണ് എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടികൾ വാങ്ങി സാംസ്കാരിക മന്ത്രാലയവും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ കള്ളക്കളി നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വാസയോഗ്യമായ ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇനി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുകൾ ഉണ്ടായാൽ തന്നെ വൻ തിമിംഗലങ്ങളെയോ അല്ലെങ്കിൽ വൻ സ്രാവുകളെയോ ഒരു കാരണവശാലും നിയമത്തിന്റെ വലയിലാക്കുവാൻ ഹൈക്കോടതിക്ക് പോലും സാധിക്കില്ല എന്നുള്ള വാർത്ത അതിഭീതിതമായി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും പീഡന കേസുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രമുഖ താരങ്ങൾ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല, അഥവാ പ്രമുഖ താരങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പേരുകളടക്കം നീക്കം ചെയ്ത റിപ്പോർട്ടുകളായിരിക്കും ഹൈക്കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുക എന്നുകൂടി അറിയപ്പെടുന്നു. അതായത് സർക്കാർ സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ട് മാത്രമായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. ഈ റിപ്പോർട്ടിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചോർന്നിട്ടുണ്ട് ഇല്ലയോ എന്നുള്ളത് തെളിയിക്കുവാൻ സർക്കാരിന് മാത്രമേ സാധിക്കൂ. ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിൽ ഇല്ലാത്തത് എന്നുള്ളത് കണ്ടെത്താൻ ഹൈക്കോടതിക്കും ശ്രമകരമായ ജോലി തന്നെയായിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ഇക്കാര്യത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള റിപ്പോർട്ടായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമർപ്പിക്കപ്പെടുക എന്നറിയുമ്പോൾ തീർത്തും ഈ റിപ്പോർട്ടിൽ പറയുന്ന സിനിമാ മേഖലയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ലൈംഗിക ചൂഷണങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച ഇരകളെ പീഡിപ്പിച്ച ആളുകളുടെ, അതായത് വേട്ടക്കാരുടെ പേരുകൾ ഒരു കാരണവശാലും പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കോടികളുടെ ഡീലിൽ അത് മാറ്റിയിരിക്കുന്നു. അത്തരം പേജുകൾ ഇനി ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല എന്ന മട്ടിൽ തന്നെയുള്ള വാർത്തകൾ വരുമ്പോൾ എന്താണ് കേരളത്തിലെ നീതിബോധം, എന്ത് തരത്തിലാണ് കേരളത്തിൽ നീതി നടപ്പാക്കുന്നത് എന്നാണ് ആലോചിക്കേണ്ടത്.